അപ്പോൾ ചെന്താമരയ്ക്കെതിരായുള്ള റിപ്പോർട്ടുകളെ കോടതി ഒരിക്കൽ കൂടി കോടതിക്കകത്ത് വെച്ച് തന്നെ പരാമർശം നടത്തുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അതിൽ പറയുന്നത് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടാണ് ആദ്യം ഉദ്ധരിക്കുന്നത്. മെഡിക്കൽ നടപടികൾ തുടങ്ങി. കോടതിക്ക് പുറത്തുനിന്ന് ഗൂഗിൾ വീസും കോടതിയിൽ നിന്ന് MS ലിഷോയുമാണ് തത്സമയം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാട് കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി പ്രസ്താവം അല്പസമയത്തിനകം ഉണ്ടാകും. കോടതി നടപടികൾ തുടങ്ങിയിരിക്കുന്നു. വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി ആദ്യം റിപ്പോർട്ടുകൾ പരാമർശിക്കുകയാണ്. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പ്രകാരം സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, മാനസിക രോഗ പ്രശ്നങ്ങൾ ചെന്താമരയ്ക്കില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട്. അക്കാര്യം കോടതി പരിഗണിക്കുന്നു. കുറ്റം ന്യായീകരിക്കാൻ പലപ്പോഴും ചെന്താമര ശ്രമിച്ചു എന്ന ഗൗരവതരമായ കാര്യം കൂടി റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് എന്ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. സമൂഹത്തിന് ആകെ ഭീഷണിയായ ഒരാൾ എന്ന നിലയിലാണ് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ആ റിപ്പോർട്ട് കൂടി ഇപ്പോൾ കോടതിയിൽ വരികയാണ്. വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ആൾ എന്ന ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ചെന്താമര കോടതിയിൽ നടത്തിയ പരാമർശങ്ങൾ വിധിന്യായത്തിന്റെ ഭാഗമാകുന്നു എന്നതും വളരെ പ്രധാനമായി മാറുകയാണ്. ഒരു ചെകിടിൽ അടി കിട്ടിയാൽ മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജി അല്ല എന്ന് ഒരിക്കൽ കോടതിയിൽ ഈ നടപടിക്രമങ്ങൾക്കിടയിൽ ചെന്താമര പറയുന്നുണ്ടായിരുന്നു. സമാനമായ നിരവധി പരാമർശങ്ങൾ കോടതിയിൽ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വധശിക്ഷ എന്ന ആവശ്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിന്നത്. വിധിക്ക് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ജഡ്ജി ചോദിച്ചപ്പോൾ എന്നെ തൂക്കിക്കൊന്നോളൂ, തടസ്സം നിൽക്കുന്നവരെ ഇനിയും കൊല്ലും എന്നയാൾ കോടതിയിൽ വെല്ലുവിളി സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസിന്റെ വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുന്നത്. ഇക്കാര്യങ്ങൾ വിധിയുടെ ഭാഗമാകുന്നു. താൻ ഗാന്ധിജിയല്ല എന്ന പരാമർശം ഉൾപ്പെടെ വിധിന്യായത്തിലുണ്ട് എന്നതാണ് ഇപ്പോൾ ലിഷോയ് കോടതിക്കുള്ളിൽ നിന്ന് നൽകുന്ന വിവരം. അപ്പോൾ പരമാവധി ശിക്ഷ തൂക്കുകയറാണോ വിധിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്. പ്രോസിക്യൂഷൻ ആവശ്യം പരമാവധി ശിക്ഷ നൽകണം എന്നാണ്. തുടരെ 3 കൊലപാതകങ്ങൾ. ഈ 3 കൊലപാതകങ്ങളിലും ആസൂത്രണം. ഒന്നാമത്തെ കൊലപാതകം 2019, രണ്ടാമത്തെ 2 കൊലപാതകങ്ങൾ അത് 2025 ജനുവരിയിൽ. ഒന്നാമത്തെ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം പരോൾ അനുവദിച്ച് പുറത്തിറങ്ങി കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടപ്പാക്കിയ കൊലപാതകങ്ങളായിരുന്നു രണ്ടാമത്തെ ഇരട്ടക്കൊലപാതകം. അക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമൂഹത്തിനാകെ ഭീഷണിയാണ്, വീണ്ടും കൊലപാതകങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. പരമാവധി ശിക്ഷ നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനിടയിലാണ് ചില പരാമർശങ്ങൾ, വെല്ലുവിളി സ്വരത്തിലുള്ള പരാമർശങ്ങൾ ചെന്താമരയുടെ ഭാഗത്തുനിന്ന് കോടതിയിൽ ഉണ്ടായതും. എന്നെ തൂക്കിക്കൊന്നോളൂ എന്നതടക്കമുള്ള പരാമർശങ്ങൾ വിധിന്യായത്തിന്റെ ഭാഗമാകുന്നു. ഞാൻ ഗാന്ധിജി അല്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ വിധിന്യായത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് കോടതിക്കുള്ളിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുന്നു. അതിന്റെ ഭാഗമായി ജില്ലാ പ്രൊബേഷൻ ഓഫീസറടക്കം റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണ്. എന്താണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്? ഇപ്പോഴും ഈ റിപ്പോർട്ടുകൾ തന്നെ കോടതി പരിഗണിക്കുകയാണ്. ഇനി നേരത്തെ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വധശിക്ഷയിലേക്ക് പോവുകയാണോ, അങ്ങനെയാണോ ഈ പരാമർശങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ പ്രധാനമായും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം മാനസികമായി യാതൊരു പ്രശ്നവും ചെന്താമരയ്ക്കില്ല. കുറ്റത്തെ ന്യായീകരിക്കാനാണ് പ്രതി ശ്രമിക്കുന്നത്. വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് പ്രതി എന്നുള്ള പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടുമുണ്ട്. ചെന്താമര ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിധിയുടെ പരാമർശത്തിൻ്റെയും ഭാഗമാകുന്നു. താൻ ഗാന്ധിജിയല്ല എന്ന ചെന്താമരയുടെ ആ പരാമർശമൊക്കെ തന്നെ കോടതിയുടെ ഭാഗമാകുന്നു. ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിടം കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ല, താനായി അങ്ങോട്ടൊന്നും ചെയ്യുകയില്ല, ഇങ്ങോട്ട് വന്നാൽ വിടുകയുമില്ല എന്നുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി വരുന്നു. അപ്പോൾ ഇനി എന്താണ് ഇനി കോടതിക്ക് അകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി ചെന്താമരയുടെ ശിക്ഷ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയേറിയ കാര്യം കൂടിയാണ്. നമുക്ക് ഏകദേശം ഈ കോടതി ചേർന്ന് ഇപ്പോൾ 13 മിനിറ്റ് പിന്നിടുകയാണ്. ഈ 13 മിനിറ്റിലും പ്രധാനമായും ഈ റിപ്പോർട്ടുകളാണ് കോടതി പറയുന്നത്, പരാമർശിക്കുന്നത്. മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഇനിയും കുറ്റം ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള റിപ്പോർട്ടും പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ പരാമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതിക്കകത്ത് വച്ച് ചെന്താമര നടത്തിയ പരാമർശങ്ങളും ഇതിൻ്റെ ഭാഗമായൊക്കെ തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ കോടതി പരിഗണിക്കും.
പരിഗണിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വിധി പ്രസ്താവത്തിന് മുൻപായി ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഒരിക്കൽ കൂടി കോടതി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും ഇനി ചെന്താമരയ്ക്ക് ശിക്ഷയായി നൽകുക എന്നുള്ളത് നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അറിയാം. കോടതി ചേർന്ന് 14 മിനിറ്റ് പൂർത്തിയാവുകയാണ്. ഏകദേശം ഒരു വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ പറയും. ഇനി കൂടുതൽ റിപ്പോർട്ടുകൾ ഏതെങ്കിലും തരത്തിൽ കോടതി പരിഗണിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും പ്രധാനമായുള്ളത് 3 റിപ്പോർട്ടുകളാണ്. ഒന്ന് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട്, നിയമസഹായ വേദിയുടെ റിപ്പോർട്ട്. ഈ 3 റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയുടെ മുൻപാകെ വന്നതാണ്. അതിലൊക്കെ തന്നെ വാദവും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റു വാദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതെല്ലാം തന്നെ പൂർത്തിയായി. ഇനി ഇന്ന് വിധി പ്രസ്താവം മാത്രമാണ് ഉണ്ടാവുക. വിധി പ്രസ്താവത്തിന് മുൻപായാണ് ഈ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും ഒക്കെ തന്നെ കോടതി ഒരിക്കൽ കൂടി പരാമർശിക്കുന്നത്. വിധി പ്രസ്താവം തുടങ്ങി ഇപ്പോൾ റിപ്പോർട്ടുകളെ പരാമർശിക്കുകയാണ്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ നാട് കാത്തിരിക്കുന്ന സുപ്രധാനമായ വിധി പ്രസ്താവമാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ശിക്ഷാവിധി എന്താണ് ശിക്ഷ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം കോടതി നിലപാട് വ്യക്തമാക്കും, ഉത്തരവ് പുറപ്പെടുവിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 4 ജഡ്ജി കെനത്ത് ജോർജാണ് വിധി പ്രസ്താവിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 13 കോടതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായി 3 കൊലപാതകങ്ങൾ ചെയ്ത പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയെ വധശിക്ഷ തന്നെ നൽകണം എന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ കോടതിയിൽ ചെന്താമര നടത്തിയ വെല്ലുവിളികൾ കൂടി വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി പരാമർശിക്കുകയാണ്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വിധി കേട്ടതിന് പിന്നാലെ പ്രതി ചെന്താമര കോടതിയിൽ കടുത്ത നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു. വിധിക്ക് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ എന്നെ തൂക്കിക്കൊന്നോളൂ, തടസ്സം നിൽക്കുന്നവരെ ഇനിയും ഞാൻ കൊല്ലും എന്ന് വെല്ലുവിളിക്കുകയായിരുന്നു കോടതിയിൽ ചെന്താമര. അക്കാര്യം ഉൾപ്പെടെ കോടതി പരാമർശിക്കുകയാണ്. ഒരു ചെകിടത്ത് അടിച്ചാൽ മറുചെകിട് കാണിക്കാൻ ഞാൻ ഗാന്ധിജിയല്ല എന്നും ജഡ്ജിയോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഇതും വിധി പ്രസ്താവത്തിന്റെ ഭാഗമാവുകയാണ്. കേസിന് അതിക്രൂരമായ പശ്ചാത്തലമാണ് ഉള്ളത് എന്ന അന്വേഷണത്തിൽ നേരത്തെ തന്നെ വ്യക്തമായതാണ്. 2025 ജനുവരി 27 നേരത്തെ തന്റെ അയൽവാസിയായിരുന്ന സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് കൊടുവാൾ കൊണ്ട് ക്രൂരമായി വെട്ടി ചെന്താമര കൊലപ്പെടുത്തിയത്. 2019 ഇതേ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ആ കേസിൽ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അതിനിടയിലാണ് പരോളിൽ ഇറങ്ങി വീണ്ടും ഇരട്ട കൊലപാതകം. സജിത വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ജാമ്യത്തിൽ പരോളിൽ ഇറങ്ങിയ സമയത്താണ് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയതെന്നും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സ്വന്തം ഭാര്യയും മക്കളും തന്നെ അകന്നു പോകാൻ കാരണം സുധാകരന്റെ കുടുംബമാണ് എന്ന് ചെന്താമര വിശ്വസിച്ചിരുന്നു. അയാൾ അക്കാര്യം കോടതിയിലും പോലീസിനോടുമൊക്കെ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ കൊലപാതകത്തിന്റെ ഒരു പശ്ചാത്തലം. ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ കേസന്വേഷണം മുന്നോട്ട് പോയത്. അത് ഈ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷയിലേക്ക് എത്തിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടത്. അല്പസമയത്തിനകം ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ കോടതി പരിഗണിച്ച പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. അന്വേഷണവും പഴുതടച്ച അന്വേഷണമായിരുന്നു. ശാസ്ത്രീയമായ നിരവധി തെളിവുകൾ കണ്ടെത്താനും അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു. അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് അല്പസമയത്തിനകം ഉത്തരവ് ഉണ്ടാകാൻ പോകുന്നത്. ഗോകുൽ VS-ഉം MS ലിഷോയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്ന്. ഗോകുൽ, ഇപ്പോഴും വിധി പ്രസ്താവം തുടരുകയാണല്ലോ. ഇപ്പോഴത്തെ വിധി പ്രസ്താവത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? അന്തിമ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ വിധി പ്രസ്താവത്തിന്റെ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ, അതായത് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ കോടതിക്ക് മുന്നിലെത്തിയിരുന്നു. ആ റിപ്പോർട്ടുകളിലെ കാര്യങ്ങളാണ് കോടതി പരാമർശിച്ചത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ കോടതിയിൽ നിന്ന് ഒരു അപ്ഡേറ്റായി നമുക്ക് ലഭിക്കുന്നില്ല. പ്രധാനമായും ചെന്താമരയുടെ മാനസികാവസ്ഥ എങ്ങനെയുള്ള ആളാണ് ചെന്താമര, അതിനുശേഷം ഈ വിധി പ്രസ്താവത്തിന് ശേഷം ചെന്താമര കോടതിയിൽ നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെയാണ് കോടതി പറഞ്ഞത്. അതിനപ്പുറത്തേക്കൊരു വിധിയിൽ എന്തായിരിക്കും എന്നുള്ളൊരു സൂചന നമുക്ക് കോടതിയിൽ നിന്ന് നേരിട്ട്
റിപ്പോർട്ടായിട്ട് ലഭിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ഇയാൾക്ക് ഇനി മാനസാന്തരം വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇയാൾ ഇനിയും കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ കോടതി ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ വിധി പ്രസ്താവം ഇതുവരെ എത്തുമ്പോൾ, അല്ലെങ്കിൽ കോടതി വിധി പ്രസ്താവം ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. ഈ 10 മിനിറ്റ് കോടതിയുടെ വിധി പരാമർശങ്ങൾ അതിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ കടുത്ത വിധി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ആൾ എന്ന് ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ഈ കോടതി ഈ വിധി ന്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എന്തിൻ്റെ സൂചനയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ജില്ലാ നിയമസഹായവേദിയിൽ അഭിഭാഷകർ സമർപ്പിച്ച മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഇപ്പോൾ കോടതിയിൽ വായിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ കോടതി പരിഗണിച്ച കാര്യങ്ങളൊക്കെ തന്നെ വാദിക്കുന്നു. അതോടൊപ്പം തന്നെ പഴയ കേസുകൾ, മുൻപ് ഉണ്ടായ ചെന്താമരയുടെ കേസുകൾ ഇപ്പോൾ കോടതിയിൽ വായിക്കുകയാണ്. പ്രധാനമായും സജിത വധക്കേസാണ് ഇതിന് മുൻപുണ്ടായ കേസ്. ആ കേസിൻ്റെ കാര്യങ്ങളും കോടതി പറയുന്നുണ്ട്. അതായത് ഇതിനു മുൻപ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് സജിത വധക്കേസാണ്. ആ സജിത വധക്കേസിലെ കാര്യങ്ങൾ ഇപ്പോൾ കോടതിയിൽ പരാമർശിക്കുന്നു. അതെല്ലാം തന്നെ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. അതായത് മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് തൻ്റെ കുടുംബം തകരാൻ കാരണമെന്ന് വിശ്വസിച്ചാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തുന്നത്. സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. വളരെ ക്രൂരമായൊരു കൊലപാതകമായിരുന്നു. അതിനുശേഷമാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തുന്നത്. അതായത് സജിത വധക്കേസിൽ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിലധികം കാലം റിമാൻഡിലായിരുന്നു ചെന്താമര. അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തുടരുകയാണ്. എന്താണ് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷയുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത ഉണ്ടാകേണ്ടത്. അല്പസമയത്തിനകം വിധി ഉണ്ടാകും.